നമ്മളിപ്പോൾ ഉള്ളത് നെയ്യാറ്റിൻകര പള്ളിവിളാകം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ കൃഷിനാശം എന്ന് പറയുന്നത് ചെറുതല്ല, വലിയ കൃഷിനാശം ഉണ്ടായിരിക്കുന്നു. നമുക്കിടെ മുന്നിൽ ഈ കാണുന്നത് ഒരു വാഴത്തോട്ടമാണ്. ആ വാഴത്തോട്ടത്തിലെ വാഴകൾ പൂർണ്ണമായും ഒന്നോ രണ്ടോ വാഴകൾ ഒഴികെ ബാക്കി പൂർണ്ണമായും ആ ഒരു തോട്ടത്തിലെ വാഴകൾ വീണിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് ഈ ഒരു പ്രദേശത്തെ മുഴുവൻ വാഴകളും ചുറ്റിയടിച്ച് പോയിരിക്കുകയാണ്. അതായത് ഈ ആളുകൾ പറയുന്നത് ഈ വാഴയൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും, ഈ വാഴ പിരിഞ്ഞാണ് ഒടിഞ്ഞിരിക്കുന്നത്. ഒരു പ്രദേശത്ത് മാത്രം ശക്തമായ കാറ്റ് വീശുന്നു. അതിനാൽ തന്നെയാണ് ഈ വാഴയുടെ തണ്ടൊക്കെ കിടക്കുന്നത് കണ്ടാൽ അറിയാം, നേരെ നിൽക്കുന്ന തണ്ടല്ല, വളഞ്ഞ് പിരിഞ്ഞ് ഒടിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു കാറ്റ് വീശി എന്നുള്ളതാണ് പറയുന്നത്. ഈ വാഴത്തോട്ടത്തിൻ്റെ ഉടമയുണ്ട്. ചേട്ടാ, ഇത് എത്ര മണിക്കാണ് ഈ സംഭവം ഉണ്ടായത്? ഇന്നലെ രാത്രിയാണ്. രാത്രി അറിഞ്ഞില്ലല്ലേ? നിങ്ങൾ രാവിലെ അറിയുന്നു? രാവിലെ. എത്ര വാഴ നഷ്ടപ്പെട്ടിട്ടുണ്ട്? 1300. ചേട്ടനെ മാത്രം? ചൊഴുത്തി അടിച്ചതാണ് കാറ്റ്. ചൊഴുത്തി അടിക്കുമ്പം കെട്ടല്ല ഊന്നിട്ടാലും അങ്ങനെ സംഭവിക്കും. എന്നിട്ട് മുകളിൽ കുറെ ഇതുപോലെ പോയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ വിളഞ്ഞു വരുമ്പോൾ 10 കിലോ വരും. അത്ര കനത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം നട്ടപ്പം ഇതേപോലെ തന്നെ. ഒന്നും നഷ്ടപരിഹാരം വല്ലതും കിട്ടിയിട്ടില്ല? ഇല്ല, കിട്ടിയിട്ടില്ല. വിളവെടുക്കാൻ പാകമായോ എന്ന് ചോദിച്ചാൽ ഇല്ലതാനും. എന്നാൽ അതിനുള്ള പരുവമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഇത്ര വലിയ നഷ്ടമുണ്ടാവുകയാണ്. ഈ കർഷകരുടെയൊക്കെ കണ്ണീരിനൊരു പരിഹാരം കാണാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇനി ഈ പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോൾ, ഇപ്പോൾ ഈ മഴയുടെ പ്രശ്നമൊക്കെ ഒന്ന് കഴിയുമ്പോഴെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വൈകിട്ടും ഈ മേഖലയിലൊക്കെ ശക്തമായ മഴയുണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇവരുടെയൊക്കെ നെഞ്ചിലാദിയാണ്. ഇവിടെ മാത്രമല്ല, ഇതൊരു കർഷകൻ്റെ കാര്യം മാത്രമാണ് നമ്മൾ കേട്ടത്. ഞാൻ നിൽക്കുന്ന അപ്പുറത്തേക്കും എൻ്റെ ഇപ്പുറ ഭാഗത്തേക്കും എല്ലാം ഇതുപോലെ ഇങ്ങനെ വാഴകൾ വീണ് കിടക്കുകയാണ്. അത് 1000-ന് മുകളിൽ വാഴകളെന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ നാശനഷ്ടം ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനാവുന്നതാണ്. ഇന്നെന്തായാലും ഇന്നലത്തേതുപോലെ വലിയ കാറ്റും മഴയും ഒന്നും ഇല്ലാതെ കടന്നു പോകട്ടെ എന്ന് പ്രതീക്ഷിക്കാം.